ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇൻഡോ ചൈനീസ് സ്പെഷ്യലായിട്ടൊരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഗാർലിക് ചിക്കനാണ്. അതിനോടൊപ്പം ഞാൻ സെർവ് ചെയ്തിരുന്നത് ഒരു ക്യാരറ്റ് റൈസ് ആണ്. കുക്കറിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി തീരും വരയ്ക്ക് കാണുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഇതുവരെ അങ്ങനെ പറയാറില്ല. ഇഷ്ടമാണെങ്കിൽ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg ചിക്കനാണ്. വളരെ കുഞ്ഞ് പീസസായിട്ട് ഞുറുക്കി, ചില്ലി ചിക്കൻ്റെ സൈസിലുള്ള പീസസായിട്ട് ഞുറുക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 2.5 ടീസ്പൂൺ അരിപ്പൊടിയും 2.5 ടീസ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ വിനീഗറും പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ നല്ല പോലെ കൈവച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ചിക്കനിൽ കുറച്ച് ഉണ്ടാവുമല്ലോ. നല്ലപോലെ ഡ്രെയിൻ ചെയ്ത ചിക്കൻ ആണെങ്കിലും കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ആ വാട്ടർ കണ്ടൻറ്റ് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതിന് ശേഷം വറുക്കുന്നതിന് മുന്നേ, ഇതൊന്ന് ജസ്റ്റ് വറുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കും. 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമുള്ള ചിക്കനിൽ ഞാനൊരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ഓപ്ഷണലാണ്, പക്ഷേ ഒരു നല്ലൊരു ബൈൻഡിങ്, ഒരു നല്ലൊരു കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റൗവിലോട്ടൊരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തു. നമുക്കിനി ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. വളരെ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിലോട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡൊക്കെ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡും കൂടെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ കൈൻഡ്ലി അവോയ്ഡ് ചെയ്യുക, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഞാനിപ്പോൾ ഒരു സൈഡൊക്കെ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് സൈഡും കൂടെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ള റൈസും കൂടെ ഞാനൊന്ന് കുതിർത്ത് വെക്കുകയാണ്. ഒരു 2 കപ്പ് അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു 10-15 മിനിറ്റ് ഞാൻ കുതിർത്ത് വെക്കുകയാണ്. ബസ്മതി അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ചിക്കനൊക്കെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ബാച്ച് വറുത്ത് കോരിയതിന് ശേഷം എനിക്കിനി ഒരു ബാച്ചും കൂടെ ചിക്കൻ വറുത്ത് കോരാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വറുത്ത് ഇത് കോരിയതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് അരിയൊക്കെ നല്ലപോലെ കുതിർന്നു വന്നു. 10-15 മിനിറ്റ്. ഇനി ഒരു സ്ട്രെയിനറിലോട്ട് ഞാനത് മാറ്റി കൊടുക്കുകയാണ്. 2 ബാച്ചസ് ആയിട്ട് ഞാൻ ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഫ്രൈങ് പാനിൽ നിന്ന് ഞാൻ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഫ്രൈങ് പാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമ്മൾ കടായിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു 2.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ഞുറുക്കിയ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻസ് ആണ്. സ്പ്രിംഗ് ഓണിയൻസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതിൻ്റെ ഗ്രീൻ പാർട്ടും അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടിൻ്റെ അറ്റത്ത് വരുന്ന ഓണിയൻസ് ഉണ്ടല്ലോ, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു. ബാക്കി ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഗാർലിക്കും ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യൂബ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത ഒരു ഓണിയനും കൂടെയാണ്. വലിയൊരു സവോളയായിരുന്നു, ചെറുതാണെങ്കിൽ 2 സവോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവോളയും ജസ്റ്റ് കളറൊന്നും മാറിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് സെലറിയാണ്. സെലറി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. സെലറി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇൻഡോ ചൈനീസ് ഡിഷസിനൊക്കെ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില്ലി പേസ്റ്റ് ആണ്. കുറച്ച് മുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്, വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വിനീഗറും കൂടെ ചേർത്തിട്ട് അരയ്ക്കുന്നതാണ് ചില്ലി പേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചില്ലി പേസ്റ്റ് ഓപ്ഷണലാണ്. എന്നിട്ട് ചില്ലി പേസ്റ്റിൻ്റെയും പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കണം.
ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊക്കെ സ്പീഡായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ്. ഓപ്ഷണലാണ്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു 2.5 മുതൽ 3 കപ്പ് വരെ ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടുള്ള വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് ബോയിൽ ചെയ്ത് വരണം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ വിനീഗറാണ്. വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ചിക്കനൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ആ 10 മിനിറ്റിന് ശേഷം ഞാനൊരു 4 പച്ചമുളകും കൂടെ, വളരെ എരിവ് കുറഞ്ഞ പച്ചമുളകായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കുട്ടികൾക്ക് ക്യാപ്സിക്കം വലിയ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ചമുളകൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് ഒരു കുറുകിയ ചാറോട് കൂടി കിട്ടും കേട്ടോ. ഒരു 2.5 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻസും കൂടെയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുക്കർ ഞാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് റിഫൈൻഡ് ഓയിൽ, അതാണ് 4 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ആണ്, സാദാ ജീരകം. അതിനോട് ഒരു 2 സവോളയും കൂടെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മൊരിഞ്ഞ മണവും അതുപോലെ തന്നെ സവോളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ക്യാരറ്റാണ്. 2 ക്യാരറ്റും ചെറിയ പീസസായിട്ട് വളരെ കുഞ്ഞ് സ്ലൈസസ് ആയിട്ട് മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായാൽ മതി ക്യാരറ്റൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പ് തോന്നിക്കുന്ന രീതിക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ചോറിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് കാണത്തുള്ളൂ. വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ലൈറ്റ് ഫ്ലേവേർഡ് ആയിട്ടൊരു റൈസാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരുപാട് മസാലാസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ നെയ്യാണ്, പശു നെയ്യ്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കുക്കറൊന്ന് അടച്ചു കൊടുക്കുകയാണ്. കുക്കറിൽ നന്നായിട്ട് സ്റ്റീം പുറത്തോട്ട് വന്ന് തുടങ്ങുമ്പോൾ മാത്രമേ ഞാൻ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ സ്റ്റീമൊക്കെ ഒന്ന് ജസ്റ്റ് വന്ന് തുടങ്ങി. ഞാൻ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു വിസിലൊക്കെ വന്ന് ഫ്ലെയിം അതിനകത്ത് സ്റ്റീമൊക്കെ നല്ല പോലെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നിനൊന്ന് തൊടാതെ നല്ല അടിപൊളിയായിട്ട് റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ റൈസും ഗാർലിക് ചിക്കനും ഭയങ്കരമായിട്ടൊരു കിടിലം കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു സിമ്പിൾ റൈസും അതുപോലെ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗാർലിക് ചിക്കനും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.